കത്തോലിക്ക സഭയിൽ മറിയത്തെ പറ്റിയുള്ള മറ്റൊരു കാഴ്ചപ്പാടാണ് മറിയം നന്മ നിറഞ്ഞവളാണ് എന്നുള്ളത്. എന്നാൽ നന്മ നിറഞ്ഞവനും നല്ലവനും ദൈവം മാത്രമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവം ഒരുവനല്ലാതെ നല്ലവനായി മറ്റാരുമില്ല എന്ന് യേശു പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണത്. ദൈവമല്ലാത്ത വേറൊരാളെ നാം ദൈവത്തിന് മാത്രമുള്ള വിശേഷണം കൊടുത്ത് പുകഴ്ത്തുന്നത് ദൈവദൂഷണമാണ്. അത് ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്. മറിയം നന്മ നിറഞ്ഞവളല്ല, മറിച്ച് കൃപ ലഭിച്ചവളാണ്. സൽപ്രവർത്തികളിലൂടെയുള്ള അർഹതയല്ല, മറിച്ച് അർഹതയില്ലായ്മയാണ് കൃപ ലഭിക്കാനുള്ള യോഗ്യത. ഒരു ഗർഭിണിയെ, അതായത് ആ സാഹചര്യത്തിൽ മറിയത്തെ സംബന്ധിച്ച് എലിസബത്തിനെ സഹായിച്ചതുകൊണ്ട് ഒരാളെ നന്മ നിറഞ്ഞവൾ എന്ന് വിളിക്കുന്നത് ശരിയല്ല. യഥാർത്ഥ മറിയം ദൈവകൃപ ലഭിച്ച് ഭാഗ്യവതിയായവളാണ്. ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തെപ്പറ്റി കൃപ നിറഞ്ഞവൾ, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവൾ എന്നിങ്ങനെ പറയുന്നു ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. എന്നാൽ ദൈവത്തിൻ്റെ കൃപ മറിയത്തിന് മാത്രമുള്ളതല്ല, മറിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം തൻ്റെ കൃപ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എലിസബത്ത് മറിയത്തെപ്പറ്റി പറഞ്ഞത് മറിയം സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്നാണ്, അല്ലാതെ മറിയം മറ്റ് സ്ത്രീകളെക്കാൾ എല്ലാം അനുഗ്രഹീതയാണ് എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. മറിയത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ കാരണം മറിയത്തിൻ്റെ വിശ്വാസവും അനുസരണവുമാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളുമാണ് എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോൾ, ഇത്തരം അനാവശ്യമായ വിശ്വാസ സത്യങ്ങളെ ഉണ്ടാക്കി ഒരു വ്യക്തിയെ ഒരു ദൈവികമായ പദവിയിലേക്ക്, ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന രീതിയിൽ, ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വണങ്ങുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഉയർത്തുന്നത് വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനും പാരമ്പര്യത്തിനും ചേരാത്തതാണ്. പാരമ്പര്യവാദികളെന്ന് പറയുന്നവർ അവർ തന്നെ അവർക്കിഷ്ടമുള്ളതൊക്കെ പാരമ്പര്യങ്ങളാക്കിയെടുത്തിട്ട് ദൈവവചനത്തെ അവരുടെ പാരമ്പര്യങ്ങളിലൂടെ ലംഘിക്കുന്ന ദൈവവിരുദ്ധമായ ഒരു പരിപാടിയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇത്തരം ദൈവശാസ്ത്ര സംവിധാനങ്ങളിലൂടെ ജനങ്ങളെ ഇവർ നിസ്സഹായരായ പാപികളായി മുദ്രയടിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് തങ്ങൾ ജീവിതകാലം മുഴുവൻ മറിയത്തിൻ്റെ സഹായമില്ലെങ്കിൽ നിസ്സഹായരായ പാപികളാണ് എന്ന് സ്വയം അംഗീകരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ നുണ അനുദിന പ്രാർത്ഥനകളിലൂടെ ജനങ്ങളെ കൊണ്ട് അനേക തവണ ഏറ്റുപറയിപ്പിക്കുന്നു. ഇത് ദൈവഹിതത്തിന് വിരുദ്ധമാണ്, സത്യവിരുദ്ധമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രക്ഷകനായ ദൈവത്തെ അവഹേളിക്കുകയാണ്. ജനങ്ങളെ കൊണ്ട് തങ്ങൾ മരണം വരെ പാപികളാണ് എന്ന് ഏറ്റുപറയിപ്പിക്കുക മാത്രമല്ല, വിശുദ്ധ പദവി പുരോഹിതവർഗത്തിലെ ചിലർക്കായി മാത്രം നീക്കിവെച്ച് മറ്റുള്ളവരെയെല്ലാം തരം താഴ്ത്തി കാണിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വചനവിരുദ്ധമാണ്. വിശ്വാസികളെപ്പറ്റി പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്. അപ്പോൾ ഇതെല്ലാം നിഷേധിച്ചിട്ടാണ്, യേശുക്രിസ്തുവിലുള്ള പാപമോചനത്തെപ്പറ്റി അവരിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയെല്ലാം വിശുദ്ധരാക്കി രക്ഷിക്കാനായി കാൽവരിയിൽ രക്തം ചിന്തി മരിച്ച ദൈവപുത്രനെ ആക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ മനുഷ്യർ നിസ്സഹായരല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശുവിൻ്റെ സഹായത്താൽ രക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ളവരാണ്, രക്ഷ പ്രാപിക്കുവാൻ സാധ്യതയുള്ളവരാണ്, നിസ്സഹായരല്ല. അപ്പോൾ അതുകൊണ്ട് മറിയത്തിൻ്റെ മധ്യസ്ഥമില്ല എങ്കിൽ മനുഷ്യരെല്ലാം നിസ്സഹായരാണ് എന്ന് പറയുന്നത് ദൈവത്തെ നിഷേധിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന, ദൈവിക പദ്ധതിയെ തുച്ഛീകരിച്ച് കളയുന്ന ഒരു നിലപാടാണ്.
അപ്പോൾ ഇത്തരം അധികാരികൾ ജനങ്ങളെ മറിയത്തിൻ്റെ മാതൃകയെ അനുകരിച്ചു ജീവിക്കാൻ അനുവദിക്കുകയോ അതിനായി പരിശീലിപ്പിക്കുകയോ ചെയ്യാതെ ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി മറിയത്തെ ആരാധനയ്ക്ക് യോഗ്യയായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. മറിയത്തെ ആരാധിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കുന്നു. അതിനുള്ള ഉപദേശങ്ങളും ദൈവശാസ്ത്രങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നു. മറിയത്തിൻ്റെ രൂപങ്ങൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ആരെങ്കിലും ഇതിനെയൊക്കെ ചോദ്യം ചെയ്താൽ തങ്ങൾ മറിയത്തെ വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന ന്യായീകരണവും ഉടൻ തന്നെ ലഭിക്കും. ഇതെല്ലാം വാസ്തവത്തിൽ ആത്മാർത്ഥതയില്ലാത്ത, ദൈവസന്നദ്ധിയിൽ നിഷ്കളങ്കമല്ലാത്ത, ശുദ്ധിയില്ലാത്ത ചിന്തകളും ആലോചനകളും ഉപദേശങ്ങളും മാത്രമാണ് എന്ന് ദൈവവചനം പഠിച്ച് മനസ്സിലാക്കുവാൻ ഓരോ വ്യക്തികളെയും സ്വാഗതം ചെയ്യുകയാണ്.